വണ്ടി എടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വണ്ടി മോഡിഫൈ ചെയ്യണമെന്നോ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് നല്ലൊരു അലോയ് വീൽ ഇടണം, സൗണ്ട് സിസ്റ്റം ഒന്ന് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം വെക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ പാലക്കാട് ഭാഗത്ത് കാർ ഷോസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സായിട്ട് അവിടെ പോകുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ, വണ്ടികളുടെ മോഡിഫിക്കേഷൻ്റെ എക്സ്റ്റെൻറ്റ്, ആ കാർ കൾച്ചർ, പിന്നെ ആ വണ്ടികളുടെ സ്റ്റാൻസ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ പോലെ തോന്നി. നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, എന്തുകൊണ്ട് എനിക്കും എൻ്റെ വണ്ടി ഇതേപോലൊക്കെ മോഡിഫൈ ചെയ്തുകൂടാ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ബോഡി കിറ്റ് വരുത്തിച്ചാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പോളോൻ്റെ ബോഡി കിറ്റ് സാധാരണ ഇപ്പോൾ കുറേ വണ്ടിയിൽ കണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് നോക്കിയപ്പോഴാണ് എന്തുകൊണ്ട് ബോഡി കിറ്റ് വരുത്തിക്കാതെ കസ്റ്റമായിട്ട് ചെയ്തുകൂടാന്ന് തോന്നി. അപ്പോഴാണ് ഞാൻ കോഴിക്കോടിലെ 360 മോട്ടറിങ് എന്ന ടീമായിട്ട് ഞാൻ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ അതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ചെയ്യാം, നമുക്ക് ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും കസ്റ്റം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്ലാനിലേക്ക് പോയി. അപ്പോൾ ഫസ്റ്റ് അവർ എനിക്ക് ഇൻഫോം ചെയ്തത് എന്തായാലും വണ്ടി ലോവർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ലോവർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഇറങ്ങി. എന്നിട്ടാണ് എന്തായാലും ചെയ്യുമ്പോൾ ഒരുമിച്ച് ഒരു പ്രോപ്പർ സ്റ്റാൻസ് ലുക്ക് വേണമെന്നുള്ള രീതിയിലായപ്പോഴാണ് വൈറ്റ് ബോഡി കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. പോളോ വൈറ്റ് ബോഡി കേരളത്തിൽ ആദ്യമായിട്ടല്ല. ഇതിന് മുമ്പുള്ള മോഡൽ ഒരു വണ്ടിയുണ്ട് എൻ്റെ അറിവിൽ, അത് റാലി മോഡൽ പോലെ ഒരു മോഡലാണ്. പക്ഷേ റോക്കറ്റ് ബണ്ണി കിറ്റ് റെപ്ലിക്കായിട്ട് ഉള്ള ഒരു വൈറ്റ് ബോഡി പോളോന് ആദ്യമായിട്ടാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റഡായി തോന്നി. അപ്പോൾ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വണ്ടിക്ക് റോക്കറ്റ് ബണ്ണി റെപ്ലിക്ക പോലെയുള്ള കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഇതിൽ അപ്ഗ്രേഡേഷൻ ചെയ്തത് ഇതിൻ്റെ അലോയ് വീൽസ് ആണ്. വോസിൻ്റെ CV3 റെപ്ലിക്കാസ് ആണ് ഇതിലിട്ടിരിക്കുന്നത്. 8J 17" അലോയ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ടയർ സൈസ് വരുന്നത് 215/40 പ്രൊഫൈലാണ്. പിന്നെ കുറച്ചുകൂടി സ്റ്റാൻസ് ലുക്ക് കിട്ടാനായിട്ട് ഇതിൽ വോഗ്ലാൻഡിൻ്റെ ലോറിംഗ് സ്പ്രിങ്സ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ കസ്റ്റമൈഡ് സീറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് വിത്ത് ഐ സപ്പോർട്ട്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. കമ്പോണൻസ് ഒക്കെ ഹെർട്സ് ഹൈ എനർജി കമ്പോണൻസ് ആണ് വിത്ത് ഫൈബർ മോൾഡിങ് വരുന്നത്. ഗ്രില്ല് GTI ഗ്രില്ല് ആക്കണമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കോമൺ ആയിട്ട് എല്ലാ വണ്ടിയിലും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ മെഷ് എന്തായാലും വേണ്ടെന്ന് ഉള്ള തീരുമാനത്തിലായിരുന്നു. അപ്പോൾ സ്റ്റോക്ക് ഗ്രില്ല് തന്നെ എംബ്ലം ഡീബാജ് ചെയ്തിട്ട് ബോണറ്റിൻ്റെ ആ പോർഷൻ സ്ട്രേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് പേൾ ബ്ലൂ ആണ്. ഇത് ആക്ച്വലി കസ്റ്റം മെയ്ഡ് പേൾ ബ്ലൂ ആണ്. അത് നിയർലി 2-3 ബ്ലൂ ടിൻസ് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി വലിയ പേളാണ് ഇട്ടിരിക്കുന്നത്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയുമ്പോൾ പൊതുവേ ലോഡ് വണ്ടീസിൽ നമ്മൾ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ബമ്പി റൈഡ് എന്തായാലും ഉണ്ടാവും. വണ്ടി സ്റ്റേബിളാണ്. പിന്നെ സ്പേസസ് ഇട്ട് സ്ഥിതിക്ക് ഫ്രണ്ടിൽ 30 mm ബാക്കിൽ 40 mm ആയിട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉണ്ട് റോഡിൽ. കാണുമ്പോൾ നല്ല സ്റ്റാൻസ് ലുക്കും ഉണ്ട്. പിന്നെ ഡെയിലി യൂസ്ഡ് വെഹിക്കിൾ ആയതുകൊണ്ട് മാക്സിമം ലോഡ് ചെയ്തിട്ടില്ല. കാരണം മെയിൻലി ഹോസ്പിറ്റൽ ടു വീട് അങ്ങനെ യൂസ് ആയതുകൊണ്ട് റോഡൊക്കെ കുറച്ച് ബമ്പിയാണ് ആ ഭാഗത്ത്. സോ മാക്സിമം ലോവർ ചെയ്തിട്ടില്ല. ഫ്യൂച്ചർ
ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്, പ്രോജക്റ്റ് എന്ന് പറയാം. ഫ്യൂച്ചർ പ്രോജക്റ്റ് എന്നുണ്ടെങ്കിൽ ഒരു സിഡാൻ എടുത്ത് മോഡിഫൈ ചെയ്യാൻ തന്നെയാണ് പ്ലാന്. അക്കോർഡ്സൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു പ്രീമിയം വണ്ടി ആണ് മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു ഐഡിയ. ഒരു 2011 മോഡൽ 12 മോഡൽ W221 S350 എടുത്ത് അല്ലെങ്കിൽ ഒരു പെട്രോൾ വണ്ടി W221 എടുത്ത് മോഡിഫൈ ചെയ്യാൻ തന്നെയാണ് പ്ലാന്. സെയിം കസ്റ്റം ബോഡി കിറ്റ് വൈറ്റ് ബോഡി ചെയ്യാൻ തന്നെയാണ് ഭാവിയിലുള്ള